ദീപ മേരി എന്ന ഉണ്ണിമേരി 70കളുടെ അവസാനവും 80കളിലും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നടിയായിരുന്നു. മലയാളത്തിന് പുറമെ കന്നഡ, തെലുങ്ക്, തമിഴ് സിനിമകളിലും ഉണ്ണിമേരി അഭിനയിച്ചിരുന്നു. ഗ്ലാമർ റോളുകളിലാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഈ നടി 13ാം വയസ്സിൽ നായികയായി, അതും നിത്യഹരിത നായകനായ പ്രേം നസീറിനൊപ്പം. 26 വർഷത്തിലധികമായി സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് ഉണ്ണിമേരി. അഗസ്റ്റിൻ ഫെർണാണ്ടസിന്റെയും വിക്ടോറിയയുടെയും മകളായി 1962 മാർച്ച് 12-ന് എറണാകുളത്താണ് ജനനം. ഉണ്ണിമേരിയുടെ വീട് എറണാകുളം നഗരമധ്യത്തിലായിരുന്നു. പ്രാഥമിക പഠനം എറണാകുളം സെന്റ് തെരേസാസ് കോൺവെന്റ് സ്കൂളിലായിരുന്നു. 3ാം വയസ്സ് മുതൽ ഉണ്ണിമേരി ശാസ്ത്രീയ നൃത്ത പഠനം തുടങ്ങി. നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിരുന്നു. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നിന്നാണ് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ശശികുമാർ സംവിധാനം ചെയ്ത് 1975 പുറത്തിറങ്ങിയ പിക്നിക് എന്ന ചിത്രത്തിൽ വിൻസെന്റിന്റെ നായികയായി അഭിനയിച്ചു. തുടർന്ന് അതേ വർഷം തന്നെ പ്രേം നസീർ നായകനായ ചിത്രത്തിൽ നായികയുമായി. 300-ലേറെ സിനിമകളിൽ അഭിനയിച്ചു. തെന്നിന്ത്യ മുഴുവൻ ഓടി നടന്ന് അഭിനയിച്ചു. രജനീകാന്തിന്റെയും ചിരഞ്ജീവിയുടെയും എല്ലാം നായികയായി. തമിഴിലെ ആദ്യ ചിത്രത്തിൽ തന്നെ അന്നത്തെ സൂപ്പർ സ്റ്റാർ കമൽഹാസന്റെ നായികയായി. തമിഴിൽ സജീവമായി നിൽക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ കൾച്ചറൽ വിംഗ് പ്രസിഡന്റായി നിയമിക്കുന്നത്. മധുരയിലെ ഉപതിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉണ്ണിമേരിക്ക് സീറ്റ് കിട്ടുമെന്നൊരു വാർത്ത വരുന്നു. മലയാളി ആയതുകൊണ്ട് മാത്രം തനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് ഉണ്ണിമേരി മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. രാഷ്ട്രീയം തനിക്ക് പറ്റിയ ഫീൽഡല്ലെന്ന് തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയം മതിയാക്കി എന്നും പറയുന്നു. 1982-ൽ 20ാം വയസ്സിലായിരുന്നു ഉണ്ണിമേരിയുടെ വിവാഹം. ഭർത്താവ് റിജോയി എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകൻ. വിവാഹശേഷം അധികം വൈകാതെ ഉണ്ണിമേരി സിനിമ വിട്ടു. ഏകമകൻ നിർമ്മൽ. കാക്കനാട് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് കഴിഞ്ഞ നിർമ്മൽ ലക്നൗ IIM-ൽ നിന്ന് MBA നേടി. പഠനം കഴിഞ്ഞയുടൻ ആദിത്യ ബിർള ഗ്രൂപ്പിൽ ചേർന്നു. ഇപ്പോൾ കൊച്ചിയിൽ IDA-യിൽ ഉദ്യോഗസ്ഥനാണ്. ഉണ്ണിമേരി ഇപ്പോൾ എറണാകുളത്ത് കർത്തൃക്കടവിൽ താമസിക്കുന്നു. അവരുടെ മകൻ നിർമ്മൽ വിവാഹം കഴിച്ചു. ഭാര്യ രഞ്ജിനി. അവർക്ക് റിഹാൻ എന്ന മകനുമുണ്ട്.